നമുക്കിന്ന് ഇപ്പോൾ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ പാൻ എടുക്കാം, ബട്ടർ നല്ല രീതിക്ക് ചൂടാക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് മൂക്കണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ക്യാപ്സിക്കം എടുത്തത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എരിവ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ചില്ലി ഫ്ലേക്സ് സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ കോൺ ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം ബോയിൽ ചെയ്തിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്താണത്. അടുത്തായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ഇടാം. ഇതൊക്കെ എനിക്ക് ജസ്റ്റ് സ്പൈസി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ആഡ് ചെയ്ത ഇപ്രാവശ്യം. അതിനുശേഷം നമുക്ക് പാസ്ത ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഓവർ കുക്കായി പോയിട്ടുണ്ടായിരുന്നു. ഓവർ കുക്ക് ചെയ്യാണ്ട് ഒരു 80% ആയ ഒരു രീതിക്ക് വേവിച്ചെടുക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. നമുക്ക് പാസ്തയിൽ ഇടാനായിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബട്ടർ ചൂടാക്കാം. അതിനുശേഷം മൈദ നമുക്ക് ആവശ്യത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ മൈദ ഇടാം. അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പരുവത്തിലാവുന്ന രീതിക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് പാല് ഇതിലൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കട്ടിയുള്ള സംഭവം ഇതാ പോണ വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും കുറച്ച് പാലൊഴിച്ച് ഒരു ഗ്ലാസ് പാല് ഫുള്ളായിട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ല രീതിക്ക് കുറുകി കിട്ടണ വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്തതിൽ, പിന്നെ നമുക്ക് ഇതിൽ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം ഈ സോസിൽ ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ ഗാർലിക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാസ്തയും കോണും ആഡ് ചെയ്തിട്ടുള്ള ഇത് മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വൈറ്റ് സോസിൽ. ഇപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറച്ചും കൂടി എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പെപ്പറും ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് നിർത്താം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിൽ മൊസറല്ല ചീസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചീസി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്
കഴിക്കാൻ വേണ്ടിയിട്ട് രസമായിരിക്കും. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ല രീതിക്ക് ചീസ് പുള്ളൊക്കെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മതി.